കാർത്തി, അവൻ ആ ദത്തൻ എല്ലാം മനസ്സിലാക്കി. നമ്മളെ അവൻ തിരിച്ചറിഞ്ഞു. ഇനി ഇനി എന്ത് ചെയ്യും? എന്ത്? അവൻ അവൻ എങ്ങനെ നമ്മളെ തിരിച്ചറിയും? നിന്നെ മനസ്സിലാക്കിയാലും എങ്ങനെയാണ് എന്നെ അവൻ തിരിച്ചറിയുക? എനിക്കറിയില്ല. പക്ഷേ അവനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതെനിക്ക് 100% ഉറപ്പാണ്. അത് നിനക്കെങ്ങനെ അറിയാം? അത് അത് പിന്നെ എന്താ കീർത്തി? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവൻ നമ്മളെ മനസ്സിലാക്കിയെന്ന് നിനക്കെങ്ങനെ അറിയാം? അത് കാർത്തി, ഞാൻ പറയടി പില്ലേ, നിനക്കെങ്ങനെ? കാർത്തിക് ദേഷ്യത്തോടെ കീർത്തനയുടെ കവളിൽ പിടിച്ചുകൊണ്ട് അലറി. കാർത്തി, വിട്. ഞാൻ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. കീർത്തന അവൻ്റെ കൈപ്പിടിയിൽ നിന്നും കുതറിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു. ഛേ, നിന്നോട് ആരാടി പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകാൻ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്ന്. നീ ഒരുത്തി കാരണമാണ് ഇത്രയും നാളും അവനെതിരെ എനിക്കൊന്നും കഴിയാതെ പോയത്. അവളുടെ ഒടുക്കത്തെ ഒരു പ്രണയം, അതും ആ മോൻ്റെ പിറകെ വാലാട്ടി നടക്കുന്ന കാവൽപ്പട്ടിയോട്. ഇനിയും എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ആദ്യം തീർക്കുന്നത് അവനെയാകും, ആഷ്ലി ജേക്കബിനെ, നിന്റെ പ്രണയത്തെ. ഓർമ്മയിൽ വെച്ചോ നീ. ചേച്ചി ചമഞ്ഞ് എൻ്റെ മുന്നിൽ തടസ്സമായി നിന്നാൽ നിന്നെയും ഞാൻ തീർക്കും. ഈ കാർത്തിക്കിന് മുന്നിൽ ആര് തടസ്സം നിന്നാലും വെട്ടി വീഴ്ത്തും ഞാൻ, അത് സ്വന്തം രക്തമായാൽ പോലും. കീർത്തനയെ ഊക്കോടെ പിറകിലേക്ക് തള്ളിക്കൊണ്ട് കാർത്തിക് കാറ്റുപോലെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. കാർത്തിക് പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ തറഞ്ഞിരിക്കുകയായിരുന്നു കീർത്തന അപ്പോഴും. 2 ദിവസം കൂടി ഇവിടെ കിടക്കണം, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിടാം കേട്ടോ. ധന്യയുടെ കവിളിൽ തട്ടി പറഞ്ഞുകൊണ്ട് വരുൺ ദത്തൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്താ ദത്ത, നീ മുഖം ഇങ്ങനെ കയറ്റി പിടിക്കേണ്ട, അവൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. ദത്തൻ്റെ നിൽപ്പ് കണ്ട് വരുൺ അവനെ കളിയാക്കി. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. ഇവനൊക്കെ എന്താ കൊച്ചുകുട്ടികളാണോ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ? ദേ, എല്ലാവരോടുമായി ഞാൻ പറയുക, ഇപ്പോൾ പൊയ്ക്കോണം എല്ലാം വീട്ടിലേക്ക്. ഇവിടെ ഞാനും സാവിത്രിയും മതി. പിന്നെ കാണാനാണെങ്കിൽ രാവിലെയും വൈകിട്ടും വന്ന് കണ്ടോ, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പൊയ്ക്കോണം. കൂട്ടിരിക്കാൻ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. അത് നടക്കില്ല മമ്മി, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. റൂമിനുള്ളിൽ ധന്യയ്ക്ക് ചുറ്റും കൂടി നിന്ന എല്ലാവരോടുമായി ആനി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ദത്തൻ്റെ മറുപടിയും വന്നു. നീ വെറുതെ വാശി പിടിക്കേണ്ട ദത്ത, ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആരുടെയും ആവശ്യമില്ല. എനിക്കൊന്നും കേൾക്കണ്ട മമ്മി, ഞാൻ പോവില്ല. എല്ലാവരും അന്തം വിട്ട് ദത്തനെ നോക്കി നിൽക്കുകയാണ്. കൊച്ചുകുട്ടികളെ പോലെ മുഖവും വീർപ്പിച്ച് വാശി പിടിക്കുന്ന അവൻ്റെ ഈ ഭാവം എല്ലാവർക്കും പുതിയതായിരുന്നു. പക്ഷേ ധന്യ മാത്രം അവനെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കിടന്നു. അവൻ്റെ ഉള്ളിലെ കുറുമ്പനായ കൊച്ചുകുട്ടിയുടെ മനസ്സ് അവൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. പരിഭവം നിറഞ്ഞ ദത്തൻ്റെ മുഖം കണ്ട് ധന്യ അറിയാതെ ചിരിച്ചുപോയി. അവളുടെ ചിരി കേട്ടതും ദത്തൻ്റെ മുഖം ഒന്നുകൂടി വീർത്തു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അതോടെ ധന്യയുടെ ചിരി നിന്നു. മോനെ, ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും ഇവൾക്ക് ആവശ്യമായി വരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാ? ഇവിടെ ഇപ്പോൾ എന്തിനാ എല്ലാവരും കൂടി നിൽക്കുന്നത്? ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് നാളെ രാവിലെ വാ. എന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ അവളുടെ കൂടെ ഇരുന്നോ. ഒരു പരിഹാരത്തിനായി സാവിത്രി മുന്നോട്ട് വന്ന് ദത്തനോട് പറഞ്ഞു. ശരി, പക്ഷേ രാവിലെ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്നെ പറഞ്ഞു വിടാമെന്ന് ആരും കരുതണ്ട. പറഞ്ഞുകൊണ്ട് അവൻ ആനിയെ ഒന്ന് പാളി നോക്കി. അവർ അവനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട്. അവനത് കാണാത്തതുപോലെ അവരെ പുച്ഛിച്ചുകൊണ്ട് മുഖം കൊട്ടി. അത് കണ്ട് ആനി ചിരിച്ചുപോയി. ദത്തൻ ധന്യയ്ക്ക് അരികിലേക്ക് ചെന്ന് ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ തലയിൽ തലോടി. ശ്രീ, ഐ വിൽ മിസ് യു, അവളുടെ കാതോരം പറഞ്ഞുകൊണ്ട് മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ പുറത്തേക്ക് പാഞ്ഞു. അവന് പുറകെയായി ആഷിയും അനുവും ദേവനും എമിയും വരുണും പുറത്തേക്കിറങ്ങി. ദത്തൻ്റെ വാക്കുകൾ ധന്യയുടെ കണ്ണുകളെ നിറയിച്ചു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അത് കണ്ട് ആനി വേഗം അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ സമാധാനിപ്പിച്ചു. എന്താ മോളെ ഇത്? നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? നിനക്കറിയില്ലേ, നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ ഒരേ ഇരിപ്പല്ലേ അവൻ. കുറച്ച് വിശ്രമിച്ചോട്ടെ എന്ന് കരുതിയ ഞങ്ങൾ അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. രാവിലെ നീ ഉണരുമ്പോഴേക്കും അവനിങ്ങെത്തും. സങ്കടപ്പെടണ്ട, അത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കും. മോൾ ഉറങ്ങിക്കോ. ആനിയോട് തല ഉലുക്കിക്കൊണ്ട് ധന്യ കണ്ണുകൾ അടച്ചു കിടന്നു. സാർ, ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോകാൻ നിന്ന സിദ്ധുവിൻ്റെ പിറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് നിബി അവനരികിലേക്ക് നടന്നു. അവളുടെ വിളി കേട്ട് ദേഷ്യത്തോടെ സിദ്ധു തിരിഞ്ഞു നോക്കി. ഓ, ഇപ്പോൾ വീട്ടിലും തുടങ്ങിയോ ഈ വിളി? സിദ്ധു അമർഷത്തോടെ ചോദിച്ചു. അത് ഞാൻ ഓർത്തില്ല, നിവി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അറിയാം, ഞാൻ നിനക്ക് എപ്പോഴും ഒരു അന്യൻ തന്നെയാണ്. ഇവിടെയുള്ള മറ്റുള്ളവരോട് നീ കാണിക്കുന്ന അടുപ്പം ഒരിക്കലും നീ എന്നോട് കാണിച്ചിട്ടില്ല. എനിക്കതിൽ വിഷമമില്ല. നീ വിളിച്ചതെന്തിനാണെന്ന് പറ, സിദ്ധു താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു. അത് എനിക്കൊന്ന് സംസാരിക്കണം. അതിനെന്താ, സംസാരിച്ചോ. പക്ഷേ അതെൻ്റെ പാസ്റ്റിനെ പറ്റിയാണെങ്കിൽ വേണ്ട. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചാൽ അത് നിനക്ക് തന്നെ ഒരു പ്രശ്നമായി മാറും. നീ ഇപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ അകൽച്ച,
അത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ജനനി. അവളെപ്പറ്റിയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും എല്ലാം നിനക്ക് നന്നായി അറിയാമെന്ന് എനിക്കറിയാം. എൻ്റെ സ്നേഹം എങ്ങനെ നേടാമെന്ന് ആലോചിച്ച് നടന്ന് നീ പെട്ടെന്ന് ഒരു ദിവസം എന്നിൽ നിന്ന് അകലണമെങ്കിൽ അതിന് കാരണം നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നതാണ്. നിവി അവൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ പോലും തലയുയർത്തി നോക്കിയില്ല. അവൻ പറയുന്നത് ഓരോന്നും നിശബ്ദമായി കേട്ടുനിന്നു. അവളുടെ കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. എനിക്കൊരിക്കലും എൻ്റെ ജനിയെ മറന്ന് നിന്നെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ല നവി. ഇനിയും എന്നെ മനസ്സിൽ കൊണ്ടു നടന്ന് നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇതെൻ്റെ അപേക്ഷയാണ്, സിദ്ധു നിവിക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിവി അപ്പോഴും മിണ്ടിയില്ല. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഞാനിതൊന്നും ചോദിക്കാനോ പറയാനോ അല്ല സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. കമ്പനിയിലെ ന്യൂ പ്രോജക്റ്റ്, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. എനിക്കതിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ. സെലിബ്രേഷന് മുമ്പ് ദത്തേട്ടൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഏട്ടനില്ലാത്തത് കൊണ്ട് സാറിനോട് ചോദിക്കാം എന്ന് കരുതിയതാണ്. ഞാൻ ഏട്ടനോട് തന്നെ ചോദിച്ചോളാം. സോറി സാർ, ഡിസ്റ്റർബ് ചെയ്തതിന്. അവനോട് അതേ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. സിദ്ധു ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അവളുടെ കലങ്ങിയ കണ്ണുകൾ തൻ്റെ നെഞ്ചിനെ കുത്തി നോവിക്കും പോലെ തോന്നിപ്പോയി സിദ്ധുവിന്. അപ്പോൾ തന്നെ മുറ്റത്ത് ദത്തൻ്റെ കാർ വന്നു നിന്നു. എല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു എന്തോ ആലോചിച്ച് സ്വപ്നലോകത്തെന്ന പോലെ പോകുന്ന നിവിയെ. അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ട് എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും സിദ്ധുവും അങ്ങോട്ടേക്ക് വന്നു. ഏകദേശം കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും അവർ ഊഹിച്ചു. നിങ്ങൾ എന്താ ലേറ്റായത്? നോക്കിയിരുന്നിട്ട് കാണാതായപ്പോൾ ഇന്നിനി വരില്ലെന്ന് കരുതി ഞങ്ങൾ ഫുഡ് കഴിച്ചു. സിദ്ധു എല്ലാവരെയും നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. പക്ഷേ അവരുടെ എല്ലാം കണ്ണുകൾ അപ്പോഴും മറ്റെന്തോ ആലോചിച്ച് നിൽക്കുന്ന നിവിയുടെ മുഖത്താണ്. അവർ വന്നതുപോലും അവൾ കണ്ടിട്ടില്ല. അവരുടെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് നോക്കിയ സിദ്ധുവിൻ്റെ നെഞ്ചു വിങ്ങി. വേണ്ടിയിരുന്നില്ല, അവളോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. തെറ്റായിപ്പോയി. അവളെ സ്നേഹിക്കാൻ മനസ്സ് പറയുമ്പോഴും മറ്റെന്തോ അതിൽ നിന്നും തന്നെ പുറകോട്ട് വലിക്കുന്നു. മറക്കണം, കഴിഞ്ഞു പോയതെല്ലാം മറക്കണം. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി താനെല്ലാം മറന്നേ മതിയാകും, അല്ലെങ്കിൽ എല്ലാവരും തന്നെ വെറുക്കും. സിദ്ധുവിൻ്റെ മനസ്സ് അലമുറയിട്ട് കൊണ്ടിരുന്നു. കിടന്നിട്ടും ഉറക്കം വരാതെ ഞെരിപിരി കൊള്ളുകയാണ് ധന്യ. ദത്തൻ്റെ സാമീപ്യമില്ലാതെ, അവൻ്റെ നെഞ്ചിലിൻ്റെ ചൂടില്ലാതെ കണ്ണടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരുന്നു ധന്യ. വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടിയിരുന്നില്ല. ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ കണ്ണാ. ആ നെഞ്ചിലെ ചൂടില്ലാതെ എങ്ങനെ ഞാൻ ഉറങ്ങുന്നേ? ധന്യ സങ്കടത്തോടെ ചിന്തിച്ചു. അവൾ തല ചരിച്ചു സൈഡിലേക്ക് നോക്കി. ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ ചരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ആനി. ധന്യ കിടക്കുന്ന ബെഡിനരികിലേക്ക് ചേർ വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് ബെഡിൽ കൈകൾ മടക്കി വെച്ച് അതിലേക്ക് തല ചരിച്ചു വെച്ച് കിടക്കുകയാണ് സാവിത്രി. ധന്യ മെല്ലെ തലയുയർത്തി അവരെ നോക്കി. നല്ല ഉറക്കമാണ്. അപ്പോഴാണ് അവളുടെ കണ്ണിൽ അത് പെട്ടത്. ബെഡിലേക്ക് വെച്ചിരിക്കുന്ന അവരുടെ കൈയുടെ അടുത്തായിരിക്കുന്ന അവരുടെ ഫോൺ. ധന്യയുടെ കണ്ണുകൾ തിളങ്ങി. സ്വയം എഴുന്നേൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ കൈ എത്തിച്ച് ഫോൺ എടുക്കാനായി പരമാവധി ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. അവൾ നിരാശയോടെ അതിലേക്ക് നോക്കി വിതുമ്പി കരഞ്ഞു. എൻ്റെ കണ്ണ, എന്നെ ഒന്ന് സഹായിക്ക്. രാവണൻ്റെ ശബ്ദമെങ്കിലും ഒന്നും കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. മുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ എടുക്കാൻ ശ്രമം നടത്തി. വീണ്ടും എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ധന്യയിൽ വാശി നിറഞ്ഞു. അവൾ രണ്ടും കൽപ്പിച്ച് ബെഡിൽ നിന്ന് പതിയെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. സ്റ്റിച്ച് വലിഞ്ഞു വേദനിച്ചപ്പോൾ അവൾ വയറിൽ കൈവച്ച് അറിയാതെ വിളിച്ചുപോയി. അത് ആനിയും സാവിത്രിയും കേൾക്കാതിരിക്കാൻ അവൾ ഒരു കൈകൊണ്ട് വാ പൊത്തി പിടിച്ചു. എന്നിട്ടും പിന്മാറാതെ അവൾ ഒരു സൈഡിലേക്ക് ചരിഞ്ഞുകൊണ്ട് കൈ എത്തിച്ച് സാവിത്രിയുടെ അരികിലിരിക്കുന്ന ഫോൺ വിരലുകൾ കൊണ്ട് തട്ടി തട്ടി അവൾക്കടുത്തേക്ക് അടുപ്പിച്ചു. സ്റ്റിച്ച് വലിയുന്ന വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫോൺ അവളുടെ കയ്യിൽ കിട്ടി. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ബെഡിലേക്ക് നിവർന്നു കിടന്നു. അവൾ വേഗം ഫോൺ അൺലോക്ക് ചെയ്ത് ദത്തൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു. ഉറക്കം വരാതെ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ദത്തൻ. പ്രിയപ്പെട്ടവളുടെ സാന്നിധ്യമില്ലാതെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയതും അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കയ്യിൽ തടഞ്ഞ പില്ലോ എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അലറി. ശ്രീ! അവൻ വിരലുകൾ മുടിയിഴകൾ കോർത്തു വലിച്ചുകൊണ്ട് കാൽമുട്ടിൽ തലതാങ്ങിക്കൊണ്ട് കുനിഞ്ഞിരുന്നു. അപ്പോഴാണ് അവനെ തേടി ധന്യയുടെ കോൾ വരുന്നത്. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ദത്തൻ വെപ്രാളത്തോടെ വേഗം ഫോൺ കയ്യിലേക്കെടുത്തു. അതിൽ തെളിഞ്ഞു കാണുന്ന സാവിത്രിയുടെ പേര് കണ്ടതും അവൻ ഒരു നിമിഷം ഭയന്നുപോയി. തൻ്റെ സ്ത്രീക്ക് എന്തെങ്കിലും? അവൻ പേടിയോടെ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ അമ്മായി, എന്താ ഈ സമയത്ത്? എൻ്റെ സ്ത്രീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറുപുറത്തു നിന്ന് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ദത്തൻ വെപ്രാളത്തോടെ അങ്ങോട്ടേക്ക് ചോദിച്ചുകൊണ്ടിരുന്നു. ധന്യയ്ക്ക് തൻ്റെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നിപ്പോയി. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആദി നിറഞ്ഞ സ്വരം കാതിൽ പതിഞ്ഞതും അവൾ സംസാരിക്കാൻ പോലും മറന്നു കിടന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് മറുപുറത്ത് നിന്നും മറുപടി വരാതായപ്പോൾ ദത്തൻ സംശയത്തോടെ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി അതിലേക്ക് ഉറ്റുനോക്കി. അവൻ്റെ ചൊടികളിൽ പതിയെ പുഞ്ചിരി വിരിഞ്ഞു. ശ്രീ!
അവൻ വീണ്ടും ഫോൺ ചെവിയോടടുപ്പിച്ച് ആർദ്രമായി വിളിച്ചു. അവൻ്റെ ആ വിളിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിതുമ്പി കരഞ്ഞുപോയി ധന്യ. ഏയ് ശ്രീ, കരയല്ലേ, എന്താടാ, എന്തു പറ്റി നിനക്ക്? ഫോണിലൂടെ അവൾ കരയുന്ന ശബ്ദം കേട്ടതും ദത്തൻ ടെൻഷനോടെ ചോദിച്ചു. കണ്ണേട്ടാ, എനിക്ക് കാണണം, പതിഞ്ഞ സ്വരത്തിൽ അത്രമാത്രം പറഞ്ഞ് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ശ്രീ, കരയല്ലേ മോളെ, ഞാൻ നാളെ രാവിലെ അങ്ങ് എത്തില്ലേ, പിന്നെന്തിനായി? അവിടെ മമ്മിയും അമ്മായിയും ഉള്ളതല്ലേ, ഞാൻ എങ്ങനെയാ ഈ സമയത്ത് അവിടേക്ക് വരുന്നത്? രാവിലെ നീ ഉണരുമ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ടാവും. സത്യം, നീയാണ് സത്യം, ഞാൻ അവിടെ ഉണ്ടാവും. ഫോൺ മാറ്റിവെച്ച് വേഗം നല്ല കുട്ടിയായി ഉറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ നല്ല പെട കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്, ദത്തൻ കുറുമ്പോടെ പറഞ്ഞതും ധന്യ ചിരിച്ചു. ഫോൺ വെക്കി പെണ്ണെ, ദത്തൻ കളിയോടെ പറഞ്ഞു. കുറച്ചുകൂടി. സമയം എത്രയായെന്ന് ബോധമുണ്ടോ പെണ്ണെ? വേഗം ഉറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മമ്മിയെ വിളിക്കും. നീ അവരുടെ കണ്ണ് വെട്ടിച്ച് എന്നെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. അയ്യോ ചതിക്കല്ലേ കണ്ണേട്ടാ, ഞാൻ വെക്കുവാ. ആനിയുടെ കാര്യം പറഞ്ഞത് ധന്യ അപ്പോഴേ ഫോൺ കട്ട് ചെയ്ത് നല്ല കുട്ടിയായി കണ്ണുകളടച്ചു കിടന്നു. അവളുടെ പറച്ചിൽ കേട്ട് ദത്തൻ ഒരു ചിരിയോടെ ഫോൺ മാറ്റിവെച്ച് ബെഡിലേക്ക് മലർന്നു കിടന്നു. ഇത്രയും നേരം അനുഭവിച്ചു കൊണ്ടിരുന്ന ടെൻഷനും വേദനയും എത്ര പെട്ടെന്നാണ് അവൾ മാറ്റിയത്. ഐ ലവ് യു ശ്രീ, നീ ഇല്ലാതെ ഇനി ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല ഈ ദത്തന്. അവൻ്റെ ചൊടികളിൽ അപ്പോഴും അവൾക്ക് മാത്രമായുള്ള പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ദത്തൻ ആലോചനയിൽ നിന്ന് ഉണർന്നത്. വാതിലിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ആഷിയും ദേവനും സിദ്ധുവും അകത്തേക്ക് വരുന്നത്. എന്താ എല്ലാവരും കൂടി ഈ നേരത്ത്? ദത്തൻ മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു. ദത്ത, നീ എന്താ എല്ലാം ഇങ്ങനെ നിസ്സാരമായി കാണുന്നത്? അവൻ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു, എന്നിട്ടും നീ എന്താ ഇങ്ങനെ ഒന്നും ചെയ്യാതെ? ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? ദത്തൻ കൂസലില്ലാതെ ചോദിച്ചു. ദത്ത, നിന്റെ ഈ കൂസലില്ലായ്മ കാണുമ്പോഴാ എനിക്ക് പെരുത്തു വരുന്നത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ആ കീർത്തനെ എൻ്റെ പിയായി തുടരാൻ ഞാൻ അനുവദിച്ചത് നീ പറഞ്ഞിട്ടാ. ഇനിയും അത് പറ്റില്ല. കാർത്തിക് കളത്തിൽ ഇറങ്ങി കളിച്ചു തുടങ്ങി. അതായത് നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചു തുടങ്ങി. ഇനിയും എല്ലാം വെറുതെ നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ആഷി ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. ദത്തൻ അപ്പോഴും ഒരു പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരുന്നതേ ഉള്ളൂ. ആഷി, നീ ഒന്ന് സമാധാനിക്ക്. അവൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ചുകൂടി ഒന്ന് മൂത്തോട്ടെ, വേരോടെ വെട്ടുവീഴ്ത്താൻ നമുക്ക്. അവനെയും അവളെയും അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് മറ്റാരെക്കാളും നന്നായി നിങ്ങൾക്കറിയില്ലേ. ഞാൻ കൊടുത്ത വാക്ക്, അതെനിക്ക് എൻ്റെ ജീവനേക്കാൾ വലുതാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം, ഇല്ലെങ്കിൽ ഒരമ്മയുടെ ശാപം എൻ്റെ മേൽ പതിയും. അതിനിട വരുത്താൻ പാടില്ല. എല്ലാം വ്യക്തമായ പ്ലാനോട് കൂടിയല്ലാതെ ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും സമയം വേണം. ദത്തൻ പറഞ്ഞത് നിഷ്കളങ്കമായി തങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരമ്മയുടെ മുഖം അവരുടെ മനസ്സിലേക്ക് ഓടി വന്നു. എല്ലാവരും പെട്ടെന്ന് വല്ലാതായി.